നമുക്കിത് ലെവലാക്കാം. എന്നാ ഇത് എന്തോരാളുണ്ടോ? ഇത് ആരെന്നൊക്കെ കുറച്ചുണ്ടല്ലേ? കുറച്ചുണ്ട്, ഏകദേശം. ഇനിയിപ്പോ കുറച്ചുകൂടെ ആഴം കൂടുമായിരിക്കും അല്ലേ? കുറച്ചും കൂടി ആഴം വരും. ഇത് എന്തായാലും ഇപ്പൊ ഈ ആ ഒരു ഡിസൈനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം വരും. ഇവിടെ അവിടെ അല്ലേ? ഇവിടെ ഒരു വെള്ളച്ചാട്ടം വരും. ഈ സൈഡിലൊക്കെ ചെടി വെക്കുമായിരിക്കും അല്ലേ? സൈഡ് ചെടിയുണ്ട്. ജെമിനി ഞങ്ങൾക്ക് ഒരു ഇത് കണ്ടുണ്ട്. ജെമിനി അതുപോലെയാണ് ചെയ്യണത്. അത് കാണിക്കാൻ വീഡിയോ കാണിച്ചു തരാം അതെങ്ങനെയാന്ന്. നല്ല ഭംഗിയാണോ ആ ഡിസൈൻ കാണാൻ? യെസ്. ഇതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ അകത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സൈഡ് കട്ടയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് കരിക്കിനൊക്കെ ഇടും. ഈ മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെടി നടാനാണ് കേട്ടോ. ചെടി നടാനും നമ്മൾ കുട്ടി കുരുമുളകൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ടി നമ്മൾ മണ്ണ് സുരക്ഷിതമായി മാറ്റിയിടുവാണ്. അങ്ങനെ നമ്മളത് ഉപയോഗപ്പെടുത്തുക. ഇവിടെ നേരത്തെ ഒരു തെങ്ങ് നിന്നായിരുന്നു. അതിന്റെ വേരാണ് അതിന്റെ ഉള്ളിൽ ഫുള്ള്. അത് നമ്മൾ അല്ല നമ്മൾ ഫിനിഷ് ആവൂല. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സിമെന്റ് ഇടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കണം. ആ സൈഡെല്ലാം വേരെല്ലാം വെട്ടി റെഡിയാക്കി തെങ്ങിന്റെ വേര് നിൽപ്പുണ്ട്. പറഞ്ഞു പൊന്നു ഇവിടെ പൊന്നു ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ 4 പേരോടും കൂടിയാണ് കുളം റെഡിയാക്കുന്നത്. നല്ല പുകച്ചില്ല, വെയിലുണ്ട്. വെയിലില്ല, പുകച്ചില്ലാട്ടോ. മുഖമില്ല. ഈ 3-4 കപ്പം മതി. കാണിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നനയ്ക്കണ്ടേ? ഷേപ്പിൽ കാണാൻ പറ്റുന്നില്ല. ഹായ് ഗായ്സ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുളം. നമ്മുടെ കുളം കണ്ടോ? ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഷേപ്പ് ചെയ്തു. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടാക്കാനുള്ള ശരിയാക്കി. വാട്ടർ ഫൗണ്ടൈന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഷേപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പണികളാണ്. ബാക്കി വീഡിയോ വയ്യ. ബൈ. ഇത് നമ്മുടെ മീൻകുളം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മീൻകുളത്തിൻ്റെ സൈഡ് നമ്മൾ തേച്ച് റെഡിയാക്കുവാണ്. പരിക്കിനിടുവാണ്. നമ്മുടെ അനിയനാണ്, ബ്രദറാണ് മേസ്തിരി ആയിട്ട് നിൽക്കുന്നത്. ഉണ്ടോ? നമ്മുടെ കണ്ണപ്പനുണ്ട്, ഞാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്ന് മീൻകുളം റെഡിയാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈവ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ വെറുതെ മാറി നിൽക്കുന്നത്. ഞാനിവിടെ സജീവമാകും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇവിടെ അടുത്ത് വ്ളോഗിനുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ചേട്ടനുണ്ട്, നിൽപ്പുണ്ട്. ഇത്ര പണിയായിട്ടുണ്ട്. നമുക്ക് കല്ലൊക്കെ വെച്ച് സിമെൻ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആയില്ല.
അവിടെ പൊങ്ങി നിൽക്കണം. പിന്നെ ഇനി നോക്കി മീൻകുളം നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കട്ടയൊക്കെ വെച്ച് ഇൻ്റർലോക്ക് കട്ടയാണ്. ഇൻ്റർലോക്ക് അല്ലത്, ഇന്റർലോക്ക് അത്. അതെ, ആ സൈഡിൽ സ്ഥലം ബാക്കി സ്ഥലത്ത് വന്നാൽ എൻ്റെ സ്ഥലം ചെറുത് വെച്ചോളൂ. അല്ല അവിടെ അത് കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. അത് പൊക്കിയിട്ട് മണ്ണിട്ട് കൊടുക്കുക. കട്ട വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുമല്ലോ. ഡിസൈൻ ഇങ്ങനെയുണ്ട്, നിങ്ങൾ കണ്ടിട്ട് പറ. നമ്മുടെ അനീച്ചാറാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്. അനീച്ചാറും കണ്ണപ്പനുമാണ് ഇതെല്ലാം റെഡിയാക്കുന്നത് കേട്ടോ. ബാക്കി താഴണം. അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് കണ്ടു വെച്ചത് മീനുണ്ട്, നമ്മുടെ കുഞ്ഞ കണ്ണപ്പനുണ്ട് കേട്ടോ. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞേ. പക്ഷേ അഭിപ്രായം പറ, ലൈക്ക് അടിക്കേ. കിടന്നോട്ടെ. നമ്മുടെ പണി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പരിക്കൻ ഇട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് അതിൻ്റെ കുറച്ച് പണികളുണ്ട്. തേക്കണം, ഗ്രൗണ്ട് കലക്കി വയ്ക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഉരുളൻ കല്ല്, മറ്റേ കല്ലില്ലേ, അതെല്ലാം ഇടും. പിന്നെ ചെടികളൊക്കെ വരും. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ അമേസിങ് ആയിരിക്കും. വാവ് എന്ന് പറയും നിങ്ങളൊക്കെ, അതായിരിക്കും. ഇനി നമ്മൾ ഇതിനകത്ത് ഫിഷ് ഇടും, പെയിൻ്റ് അടിക്കും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മിനുക്ക് പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഇതൊന്നും അല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ള് കാണുക, ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പം ഇതുവരെയും കണ്ടതിന് ഒരുപാട് നന്ദി. ഇനി മുന്നോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു തീർക്കണം, എങ്കിലും നമ്മളിതിൻ്റെ ലാസ്റ്റ് ഗെറ്റപ്പ് മനസ്സിലാക്കണം. നമ്മൾ മീൻകുളത്തിൻ്റെ ഫൈനൽ വർക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൈഡിൽ കുറച്ച് പുല്ല് വെക്കാനുണ്ട്. അത് നമ്മളിവിടെ ഒരു നേഴ്സറി ഉണ്ട്, നേഴ്സറി വന്ന് പുല്ല് മേടിക്കാൻ വേണ്ടി വന്നതാണ്. പുല്ല് കാണുമെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നാളെ വന്നപ്പോൾ പുല്ലിവിടെ ഉണ്ടായിരുന്നു. പുല്ലുണ്ട്. അപ്പം നമുക്കിവിടെ കയറി വണ്ടി വെച്ചിട്ട് പുല്ല് നമുക്ക് നോക്കാം. വിലയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എടുക്കാവേ. പുല്ലുണ്ട്, ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചെടിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ എടുക്കാം. നല്ല അടിപൊളി പുല്ലുകളുണ്ട്. നമ്മൾ പുല്ലേ നമ്മളൊരു ഷീറ്റ് പൊക്കി നോക്കും, പോരുമോന്ന്. ഭയങ്കര പാടാ. അവിടെ ഒന്ന് പൊക്കി നോക്കടാ. അയ്യോ, ഒരു ഷീറ്റ് ഞങ്ങൾ വലിച്ച് സാഹസികമായിട്ട് എടുത്തിട്ട് കൊണ്ടോ. പുല്ല് നമ്മൾ വണ്ടിയെ കയറ്റി വെച്ചു, കാണിച്ചൂടെ. പുല്ല് എല്ലാം റെഡിയാക്കി നമ്മൾ പ്രതീക്ഷിച്ചൊക്കെ വലിപ്പത്തിലായിരിക്കണേ. അതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം നിങ്ങളെ കാഴ്ചകൾ കേട്ടോ. ഓക്കെ, നമ്മൾ ഈ മീൻകുളത്തിൻ്റെ ചുറ്റും നമ്മൾ ഈ പുല്ല് വെക്കുക കേട്ടോ. പുല്ല് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് മാറ്റണം. പക്ഷേ ചില മേടിച്ച സ്ഥലം കൂടുതലായിപ്പോയി. തികയെന്നോർത്താണ് മേടിച്ചത്. 3 ഷീറ്റ് മതിയായിരുന്നു തോന്നുന്നു. നമ്മൾ 4 ഷീറ്റ് മേടിച്ചായിരുന്നു. പുല്ലൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് തീരും. പിന്നെ ഇവിടെ ചെറിയൊരു വൈറ്റ് പെയിൻറ്റ് അടിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും വൈറ്റല്ലേ ബ്ലാക്ക്, അത് അടിക്കണം. ഇനിയിപ്പോൾ മഴയായി. എന്തായാലും നമുക്ക് പുല്ലിട്ടിട്ട് നമുക്ക് വീഡിയോ റെഡിയാക്കി ക്ലോസ് ചെയ്തേക്കാമെന്ന് വെച്ചാണ്. ഇനിയിപ്പോൾ മഴയല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടം നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഈ സാധനം മേടിച്ച സോളാറിൻ്റെ മോട്ടർ മേടിച്ചുകൊണ്ട് അതിനുള്ള പവർ പോരാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിപ്പോൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി. ഇപ്പോൾ നമ്മൾ കോഴിക്കാർപ്പും കട്ടർ എന്ന് പറഞ്ഞ മീനോട് കൊണ്ടിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ മീൻ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ വെള്ളം പച്ചച്ച് കിടക്കുന്നുണ്ടാണ്. ഇനിയിപ്പോൾ അത് റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ വെള്ളം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മീൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാം, അടിപൊളിയായി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം വിരിച്ച് കഴിയുമ്പോൾ നിങ്ങളെ റെഡിയാക്കി കാണിക്കാം. ഓക്കെ.